ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ആക്ഷൻ ഹൊറർ ഡ്രാമ ചിത്രമാണ് സിന്നേഴ്സ്. 1932 മിസിസിപ്പി ഡെൽറ്റയിൽ നടക്കുന്ന ഈ ചിത്രത്തിൽ മൈക്കൽ ബി ജോർദാൻ ഇരട്ട വേഷങ്ങളിൽ ഇരട്ട സഹോദരന്മാരായി അഭിനയിക്കുന്നു. പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഇരട്ട സഹോദരന്മാരാണ് സ്മോക്കും സ്റ്റാക്കും. എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു ദുഷ്ടശക്തി അവിടെ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു വാമ്പയർ സിനിമയാണെങ്കിലും വംശീയ അടിമത്തത്തെക്കുറിച്ചും കലയുടെ ലഹരിശക്തിയും കറുത്ത വർഗക്കാരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള നിരവധി വിഷയങ്ങളെക്കുറിച്ച് ഈ ചിത്രം സംസാരിക്കുന്നുണ്ട്. ചിലരുടെ സംഗീതത്തിന് ഭൂതകാലത്തിലെയും ഭാവിയിലെയും ആത്മാക്കളെ വിളിച്ചു വരുത്താൻ സാധിക്കും. എന്നാൽ ചിലപ്പോൾ ആ സംഗീതം ദുഷ്ടശക്തികളെയും ആകർഷിക്കുന്ന തരത്തിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. 1932 മിസിസിപ്പിയിലെ ക്ലാർക്സ്ഡെയിലാണ് ഈ കഥ നടക്കുന്നത്. ശരീരത്തിൽ രക്തക്കറയുമായി കീറിയ വസ്ത്രങ്ങളും ധരിച്ച് ഒരു പയ്യൻ വണ്ടി ഓടിച്ചു വരികയാണ്. അവന്റെ കയ്യിൽ പൊട്ടിയൊരു ഗിത്താറുണ്ട്. വാതിൽ തുറന്നുകൊണ്ട് അവൻ കയറുന്നത് തന്റെ പിതാവിന്റെ പ്രാർത്ഥനാ മുറിയിലേക്കാണ്. അവന്റെ പിതാവ് ഒരു പാസ്റ്റർ ആയിരുന്നു. സാമി എന്നായിരുന്നു ആ പയ്യന്റെ പേര്. പ്രാർത്ഥനാ സ്ഥലത്തുണ്ടായിരുന്നവർ സാമിയെ കണ്ട് ഭയന്നെങ്കിലും സാമിയുടെ അച്ഛൻ അവനെ ചേർത്ത് പിടിച്ചു. നിനക്ക് പാപത്തിന്റെ വിളി കേട്ടതാണെന്നും എന്നാൽ നിന്നെ പാപം ചെയ്തവരെ കണ്ടുപിടിച്ച് നേർവഴിക്ക് നയിക്കാൻ ദൈവം തിരിച്ചയച്ചതാണെന്നും പാസ്റ്റർ പറഞ്ഞു. അച്ഛൻ ഇതെല്ലാം പറയുന്ന സമയത്തും കഴിഞ്ഞുപോയ കാര്യങ്ങൾ സാമിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. തലേ ദിവസം എന്താണ് നടന്നത് എന്നാണ് പിന്നീട് കാണിക്കുന്നത്. നീണ്ടുകിടക്കുന്ന വിശാലമായ പരുത്തിത്തോട്ടത്തിൽ നേരം വെളുക്കും മുമ്പേ പണിക്ക് പോയിരിക്കുകയാണ് സാമി. സാമിക്ക് 4 സഹോദരന്മാരുണ്ട്. ഈ സമയം മറ്റൊരിടത്ത് പുകവലിച്ചു നിൽക്കുന്ന ഇരട്ട സഹോദരന്മാരെയാണ് കാണിക്കുന്നത്, സ്മോക്കും സ്റ്റാക്കും. അവർ ആരെയോ കാത്തു നിൽക്കുകയാണ്. ഒരു വെള്ളക്കാരൻ അവിടേക്ക് എത്തി. ഹോഗ്വുഡിൽ നിന്നും ഒരു കെട്ടിടം വാങ്ങാൻ എത്തിയതായിരുന്നു ആ ഇരട്ടകൾ. കറുത്ത വർഗക്കാരായ അവരെ ഹോഗ്വുഡ് പരിഹസിച്ച് സംസാരിക്കാൻ തുടങ്ങി. സ്മോക്കിനും സ്റ്റാക്കിനും അതത്ര പിടിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന കാശ് ഹോഗ്വുഡിന് കൊടുത്തുകൊണ്ട് ഇനി മേലാൽ അയാളെയോ അയാളുടെ ആൾക്കാരെയോ അവിടെ കണ്ടുപോകരുതെന്ന് ഇരട്ടകൾ അയാൾക്ക് താക്കീത് നൽകി. പണിയെല്ലാം തീർത്തതിന് ശേഷം സാമി അച്ഛന്റെ അടുത്തെത്തി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പാസ്റ്റർ സാമിയോട് പറഞ്ഞു. സാമിയുടെ ഗിത്താറും അച്ഛൻ അവിടെ കൊണ്ടുവച്ചിരുന്നു. എന്നാൽ സാമി അച്ഛൻ പറയുന്നത് കേൾക്കാതെ ഗിത്താറും എടുത്ത് അവിടെ നിന്നും ഇറങ്ങി. നീ ഇങ്ങനെ ചെകുത്താന്റെ കൂട്ടുകൂടിയാൽ ചെകുത്താൻ ഒരിക്കൽ നിന്റെ കൂടെ വീട്ടിലേക്ക് വരുമെന്ന് സാമിയുടെ അച്ഛൻ സാമിയെ ഓർമ്മിപ്പിച്ചു. സ്മോക്കും സ്റ്റാക്കും സാമിനെ കൂടെ കൊണ്ടുപോകാൻ അവിടെ എത്തിയിരുന്നു. സാമി അവരുടെ വണ്ടിയിൽ കയറിപ്പോയി. ചിക്കാഗോയിലേക്ക് പോകാനായിരുന്നു സാമി ആഗ്രഹിച്ചത്. വംശീയ വേർതിരിവുകളൊന്നും അവിടെ ഉണ്ടാകില്ല എന്നായിരുന്നു സാമി കരുതിയത്. സ്മോക്കും സ്റ്റാക്കും ചിക്കാഗോയിലായിരുന്നു 7 വർഷത്തോളം ജോലി ചെയ്തിരുന്നത്. ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും മോഷ്ടിച്ച പണവുമായി മിസിസിപ്പിയിലേക്ക് അവർ തിരിച്ചെത്തിയതാണ്. കറുത്ത വർഗക്കാർക്കായി ഒരു ജൂക്ക് ജോയിന്റ് ആരംഭിക്കാനാണ് ഹോഗ്വുഡിൽ നിന്നും ആ കെട്ടിടം അവർ വാങ്ങിയത്. ചിക്കാഗോ എന്നാൽ മിസിസിപ്പിയുടെ വലിയ കെട്ടിടങ്ങളുള്ള ഒരു പകർപ്പ് മാത്രമാണ്. അവിടെ തോട്ടങ്ങൾക്ക് പകരം കെട്ടിടങ്ങളാണ്, അല്ലാതെ വംശീയത ഇല്ലെന്നല്ല നീ വിശ്വസിക്കേണ്ടത് എന്ന് സ്മോക്ക് സാമിയെ പറഞ്ഞു മനസ്സിലാക്കി. സ്റ്റാക്കും സ്മോക്കും 2 വഴിയിലേക്ക് തിരിഞ്ഞു. സാമി സ്റ്റാക്കിനോടൊപ്പം ചേർന്നു. സ്മോക്ക് ആകട്ടെ ജൂക്ക് ജോയിന്റിലേക്ക് ആളുകളെ ഏർപ്പാടാക്കാനായി ഇറങ്ങിത്തിരിച്ചു. സാധനങ്ങൾ നിറച്ച ട്രക്കുമായി സ്മോക്ക് ഡെൽറ്റയിലെത്തി. ട്രക്ക് നോക്കാൻ ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് സ്മോക്ക് ബോയിന്റെ കടയിലേക്ക് എത്തി. 100 പേർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ബോയെ പറഞ്ഞേൽപ്പിച്ചു. എന്നാൽ ആ പെൺകുട്ടി ട്രക്കിലെ സാധനങ്ങൾ ആരോ മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് സ്മോക്കിനെ വിളിച്ചു വരുത്തി. സ്മോക്ക് അവരെ വെടിവെച്ചു. തങ്ങൾ ഡെൽറ്റയിലേക്ക് തിരിച്ചെത്തിയത് എല്ലാവരെയും അറിയിച്ചു സ്മോക്ക്. ബോവിന്റെയും ഭാര്യ ഗ്രേസിന്റെയും മകൾ ലീസ ആ ഷോപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ജൂക്ക് ജോയിന്റിലേക്ക് കാര്യങ്ങൾ നോക്കാനായി ബോയെയും ഗ്രേസിനെയും ഏൽപ്പിച്ച് അതിനുള്ള പണവും സ്മോക്ക് നൽകി. ഇതേ സമയം സ്റ്റാക്കും സാമിയും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാമിക്ക് ആ ഗിത്താർ നൽകിയത് സ്റ്റാക്കും സ്മോക്കുമായിരുന്നു. അതിന് സ്റ്റാക്കിനോട് സാമി നന്ദി പറഞ്ഞു. ചാർലി പാറ്റന്റെ ഗിത്താറാണിതെന്ന് സാമിയോട് സ്റ്റാക്ക് പറഞ്ഞു. ഒരു ചീട്ടുകളിയിൽ വെച്ച് ചാർലി പാറ്റന്റെ കയ്യിൽ നിന്നും അവരത് വാങ്ങിയതാണെന്ന് സ്റ്റാക്ക് സാമിയോട് പറഞ്ഞു. സാമിക്ക് വളരെ സന്തോഷമായി. ആ ഗിത്താർ വായിച്ചുകൊണ്ട് സാമി പാട്ടുകൾ പാടാൻ തുടങ്ങി. രണ്ടുപേരും ക്ലാർക്സ്ഡെയിൽ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ വെച്ച് അവർ പിയാനിസ്റ്റായ ഡെൽറ്റ സ്ലിമ്മിനെ കണ്ടു. സ്ലിമ്മിന് സാമിയെ പരിചയപ്പെടുത്തി കൊടുത്തു സ്റ്റാക്ക്. ഡെൽറ്റയിലെ ബ്ലൂ സംഗീതജ്ഞനാണ് സാമിയെന്ന് സ്റ്റാക്ക് പറഞ്ഞു. സ്ലിം ആവട്ടെ അവനെ കളിയാക്കി. ജൂക്ക് ജോയിന്റിലേക്ക് കീബോർഡ് വായിക്കാൻ സ്ലിമ്മിനെ സ്റ്റാക്ക് ക്ഷണിച്ചു. സ്ലിം വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും
കയ്യിലെ ബിയർ കൊടുത്തുകൊണ്ട് സ്ലിമ്മിനെ സ്റ്റാക്ക് വരുതിയിലാക്കി. ഫ്ലാഗ്സ്റ്റേൽ സ്റ്റേഷനിൽ വെച്ച് സ്ലിമ്മും സാമിയും പാട്ടുപാടി എല്ലാവരെയും ജൂക്ക് ജോയിന്റിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് സാമി പേളിനെ പരിചയപ്പെട്ടു. രാത്രി ജൂക്ക് ജോയിനിൽ കാണാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. അപ്പോഴാണ് ഒരു വെള്ളക്കാരി സ്റ്റാക്കിനെ നോക്കി നിൽക്കുന്നത് സാമി കണ്ടത്. അവൾ സ്റ്റാക്കിന്റെ കാമുകിയായിരുന്നു, മേരി. സ്മോക്കിനെയും സ്റ്റാക്കിനെയും വളർത്തിയത് മേരിയുടെ അമ്മയായിരുന്നു. മേരിയുടെ അമ്മ മരിച്ചതറിഞ്ഞ് അമ്മയുടെ ശവമടക്ക് ദിവസം സ്മോക്കും സ്റ്റാക്കും കാണാൻ വരുമെന്ന് അവൾ കരുതി. എന്നാൽ വെള്ളക്കാരിയായ മേരിയെ രക്ഷിക്കാനായിരുന്നു സ്റ്റാക്ക് അവളെ ഉപേക്ഷിച്ചത്. ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിലും അവളോട് വഴക്കിട്ട് സ്റ്റാക്ക് സാമിയോടൊപ്പം സ്ലിമ്മിനെയും കൂട്ടി ജൂക്ക് ജോയിന്റിലേക്ക് തിരിച്ചു. ആ യാത്രയിൽ സ്ലിം ഉൾപ്പെടെ കറുത്ത വർഗ്ഗക്കാർ വെള്ളക്കാരിൽ നിന്നും അനുഭവിച്ച ചൂഷണങ്ങളെപ്പറ്റി സ്ലിം സാമിക്ക് പറഞ്ഞു കൊടുത്തു. പിന്നീട് കോൺബ്രെഡിനെയും ജൂക്ക് ജോയിന്റിലേക്ക് ജോലിക്കായി ക്ഷണിച്ചു. ഇതേ സമയം സ്മോക്ക് പിന്നീട് ഭാര്യയുടെ അടുത്തേക്ക് പോയി. അവിടെ മറവ് ചെയ്ത തന്റെ കുഞ്ഞിന്റെ കുഴിമാടത്തിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിച്ചു സ്മോക്ക്. ജൂക്ക് ജോയിന്റിലേക്ക് ഭാര്യ ആനിയെ കൂടി ക്ഷണിച്ചു. മന്ത്രങ്ങളിലും പിശാചുക്കളിലും വിശ്വസിക്കുന്നവളായിരുന്നു ആനി. സ്മോക്കിനും സ്റ്റാക്കിനെയും ജീവനോടെ നിർത്തുന്നത് തന്റെ പ്രാർത്ഥനകളാണെന്ന് ആനി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ അതൊന്നും നടക്കാഞ്ഞത് എന്ന് സ്മോക്ക് ആനിയോട് ചോദിച്ചു. കുഞ്ഞിന്റെ കാര്യം ആലോചിച്ച് രണ്ടുപേരും വിഷമിച്ചു. ജൂക്ക് ജോയിന്റിൽ പാചകം ചെയ്യാനും ഭക്ഷണം വിളമ്പാനും ആനിയെ കൂടെ കൂട്ടുവാനായിരുന്നു സ്മോക്ക് അവിടേക്ക് വന്നത്. അങ്ങനെ ആനിയെ കൂട്ടി സ്മോക്കും സ്ലിമ്മിനെയും കോൺബ്രെഡിനെയും കൂട്ടി സ്റ്റാക്കും സാമിയും ഡെൽറ്റയിൽ നിന്ന് ഗ്രേസിനെ കൂട്ടി ബോയും ജൂക്ക് ജോയിന്റിലേക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ കാണിക്കുന്നത് ഒരാൾ ദേഹത്ത് മുറിവുകളുമായി കരഞ്ഞുകൊണ്ട് ഒരു വീടിന്റെ ഡോറിൽ മുട്ടുന്നതാണ്. അയാളാണ് റെമിക്. അവിടെ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും കയ്യിൽ തോക്കുകളും ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ സ്വർണമുണ്ടെന്നും തന്നെ ഉപദ്രവിക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷിക്കണമെന്നും അയാൾ അവരോട് പറഞ്ഞു. റെമിക്ക് പറയുന്നത് കേട്ട് അയാളെ വിശ്വസിച്ച് അയാളെ വീട്ടിലേക്ക് കയറ്റി ആ ദമ്പതികൾ. അയാൾ പറഞ്ഞതുപോലെ പിന്നാലെ കുതിരപ്പുറത്ത് അയാളെ പിടിക്കാൻ കുറച്ച് ആളുകൾ എത്തി. ഡോറിന് മുന്നിൽ നിൽക്കുന്ന അയാളെ തേടിയെത്തിയവരോട് ഇവിടെ ആരുമില്ലെന്ന് അവൾ പറഞ്ഞു. അവൾ ഭർത്താവായ ബേൾട്ടിനെ വിളിച്ചെങ്കിലും ബേൾട്ട് പുറത്തേക്ക് വന്നില്ല. നിങ്ങൾ ആരെങ്കിലും അകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ അപകടകാരിയാണെന്നും കുതിരപ്പുറത്ത് വന്ന ആൾ അവൾക്ക് താക്കീത് നൽകി. അവൾ പറഞ്ഞത് വിശ്വസിച്ച് അവർ തിരിച്ചുപോയി. ബേൾട്ടിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയ അവൾ കാണുന്നത് വായിൽ നിന്നും രക്തമൊലിച്ചു നിൽക്കുന്ന റെമിക്കിനെയാണ്. അയാൾ ബേൾട്ടിനെ കടിച്ചിരിക്കുന്നു. കൂർത്ത കോമ്പലുകളും ചുവന്നു തിളങ്ങുന്ന കണ്ണുകളുമായി രണ്ടുപേരും വാമ്പയറുകളായി മാറി. അവർ അവളെയും കടിച്ച് വാമ്പയറാക്കി മാറ്റി. നേരം ഇരുട്ടി. ജൂക്ക് ജോയിന്റിൽ ആളുകൾ എത്തി തുടങ്ങി. കോൺബ്രെഡ് ആയിരുന്നു കാവൽക്കാരൻ. പേളിനും സ്വാമിയെ കാണാൻ ജൂക്ക് ജോയിന്റിൽ എത്തിയിരുന്നു. കൂടാതെ സ്റ്റാക്കിന്റെ കാമുകി മേരിയും. ജൂക്ക് ജോയിന്റിലെത്തിയ പലരുടെയും കയ്യിൽ പണം കുറവായിരുന്നു. അത് കച്ചവടത്തിന് ദോഷം ചെയ്യുമെന്ന് സ്മോക്കിന് മനസ്സിലായി. ജൂക്കിലെത്തിയ മേരിയെ സ്വാമി തടയാൻ ശ്രമിച്ചു. സ്റ്റാക്ക് മേരിയോട് സംസാരിച്ചു. സ്റ്റാക്കിനോടൊപ്പം ജീവിക്കാനായിരുന്നു മേരി ആഗ്രഹിച്ചത്. എന്നാൽ സ്റ്റോക്ക് മേരിയോട് പറയാതെ ഒരു ദിവസം ഇറങ്ങിപ്പോയി. അവരുടെ ഇഷ്ടം വെള്ളക്കാരറിഞ്ഞിരുന്നുവെങ്കിൽ മേരിയെ കൊല്ലുമായിരുന്നു. മേരിക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടതായി വന്നു. സ്ലിമ്മിന്റെ കീബോർഡ് വായനയിൽ എല്ലാവരും മതിമറന്നു. സ്ലിം സാമിനെ പാട്ടുപാടാനായി വിളിച്ചു. സാമി പാട്ടുപാടാൻ തുടങ്ങി. എല്ലാവരും ആ പാട്ടിനെ താളം പിടിച്ചു. പാട്ട് ലയിച്ച് എല്ലാവരും നൃത്തമാടി. സാമിയുടെ സംഗീതം ആത്മാക്കളെ പോലെ ആകർഷിച്ചു. ഭാവിയിലെയും ഭൂതകാലത്തിലെയും ഒപ്പം ചില ദുഷ്ടശക്തികളെയും. ആ സംഗീതം വാമ്പയറുകളായി മാറിയ റെമ്മിക്കിനെയും ബെൽട്ടിനെയും അയാളുടെ ഭാര്യയെയും അവിടെ എത്തിച്ചു. കോൺബ്രെഡ് ആ 3 പേരും ജൂക്ക് ജോയിന്റിലേക്ക് നടന്നു വരുന്നത് കണ്ടു. ഈ സമയം കച്ചവടം നഷ്ടമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സ്മോക്കും സ്റ്റാക്കും. ഞങ്ങൾ സംഗീതജ്ഞരാണ്, ഇവിടെ പാടാൻ വന്നതാണ്, ഞങ്ങളെ അകത്തേക്ക് കയറ്റാമോ എന്ന് ആ വെള്ളക്കാർ ചോദിച്ചു. അവരെ അകത്തേക്ക് കയറ്റാൻ സ്മോക്കും സ്റ്റാക്കും തയ്യാറായില്ല. അകത്തേക്ക് കയറ്റിയാൽ പണം തരാമെന്നും അവർ പറഞ്ഞു നോക്കി. അവരെ അകത്തേക്ക് ക്ഷണിക്കാൻ സ്മോക്ക് തയ്യാറായില്ല. അവർ തിരിച്ചു പോകാൻ തുടങ്ങി. കയ്യിൽ പണമില്ലാത്ത കാര്യം സ്റ്റാക്ക് മേരിയോട് പറഞ്ഞു. തിരിച്ചുപോയ വെള്ളക്കാരോട് സംസാരിച്ച് അവരെ തിരികെ കൊണ്ടുവരാമെന്നും അവരുടെ കയ്യിൽ പണമുണ്ടോ എന്ന് തിരക്കാമെന്നും മേരി സ്റ്റാക്കിനോട് പറഞ്ഞു. സ്റ്റാക്ക് അത് സമ്മതിച്ചു. ഇതേ സമയം സ്മോക്ക് സാമിന് ജീവിക്കാൻ വേണ്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേരി ആ വെള്ളക്കാരുടെ അടുത്തേക്ക് എത്തി. അവർ ദൂരെ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കയ്യിലുണ്ടായിരുന്ന സ്വർണം മേരിക്ക് നൽകി. നിന്റെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയുടെ മരണം നിന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടല്ലേ? ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ ആ മരണം ഇല്ലാതാക്കാമായിരുന്നു.
നിന്റെ വിധിയും മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ വാമ്പയറുകൾ മേരിയെ തങ്ങളുടെ വലയിലാക്കാൻ ശ്രമിച്ചു. അയാളുടെ ചുമന്ന കണ്ണുകളും നോട്ടത്തിലെ പന്തികേടും മേരിക്ക് മനസ്സിലായി. സ്റ്റാക്ക് കൊടുത്ത തോക്ക് അവർക്ക് നേരെ ചൂണ്ടി അവരിൽ നിന്ന് രക്ഷപ്പെടാൻ മേരി തിരിഞ്ഞു നടന്നെങ്കിലും അവർ മേരിയെ ആക്രമിച്ചു. ഇതേ സമയം ജൂക്ക് ജോയിന്റിൽ ആഘോഷം പൊടി പൊടിക്കുകയായിരുന്നു. വാമ്പയറായി തിരിച്ചെത്തിയ മേരിക്ക് കോൺബ്രെഡ് അകത്തേക്ക് കടക്കാനുള്ള അനുമതി നൽകി. മേരിയുടെ മാറ്റം കോൺബ്രെഡിന് മനസ്സിലായില്ല. കയ്യിലുണ്ടായിരുന്ന സ്വർണം സ്റ്റാക്കിന് നൽകി സ്റ്റാക്കിനോട് സ്നേഹം കാണിച്ച് മേരി അയാളെ റൂമിലേക്ക് കൊണ്ടുപോയി. കോൺബ്രെഡ് സ്ലിമ്മിനെ വാതിലിൽ കാവലിൽ നിർത്തി മൂത്രമൊഴിക്കുവാൻ പുറത്തേക്ക് പോയിരുന്നു. പുറത്തുനിന്ന കോൺബ്രെഡ് ആരുടെയൊക്കെയോ സംസാരം കേട്ടു. ജൂക്ക് ജോയിന്റിൽ അതിനിടെ ഒരു അടി നടന്നു. കള്ള ഡൈസും കൊണ്ടുവന്ന് പറ്റിക്കുകയായിരുന്ന ഒരാൾ മറ്റൊരാളെ ഉപദ്രവിച്ചു. സ്മോക്ക് അയാളെ നേരിട്ടു. സ്റ്റാക്കിനെ കാണാനില്ലാത്തതിനാൽ സാമി സ്റ്റാക്കിനെ അന്വേഷിച്ചു പോയി. മേരിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാക്കിനെ വിളിക്കാൻ സ്മോക്ക് മുറിയിലേക്ക് കയറി. എന്നാൽ വാമ്പയറായ മേരി സ്റ്റാക്കിന്റെ കഴുത്തിൽ കടിച്ച് കൊല്ലാനാക്കിയിരുന്നു. ചോരയൊലിക്കുന്ന പല്ലുകളോടെ നിൽക്കുന്ന മേരിയെ സ്മോക്ക് ബുള്ളറ്റ് തീരുന്നതുവരെ വെടിവെച്ചു. എന്നാൽ വെടിയേറ്റ് വീണ മേരി വീണ്ടും എഴുന്നേറ്റ് വരുന്നത് കണ്ട് അവർ അമ്പരന്നു. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞ് മേരി പുറത്തേക്ക് ഓടിപ്പോയി. രക്തം വാർന്ന് സ്റ്റാക്ക് സ്മോക്കിന്റെ കയ്യിൽ കിടന്നു മരിച്ചു. ആരെയും അകത്തേക്ക് കയറ്റിവിടരുതെന്ന് ആനി സ്ലിമ്മിനോട് പറഞ്ഞു. പരിപാടി കഴിഞ്ഞെന്നും പറഞ്ഞ് സ്ലിം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പറഞ്ഞു വിട്ടു. എല്ലാവരും പുറത്തുപോയി. മേരി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ആനി ചോദിച്ചു. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പോയതെന്ന് സാമി ആനിയോട് പറഞ്ഞു. ഇനിയും ഭീകരമായ ആളുകൾ ഉണ്ടാകുമെന്ന് ആനിക്ക് മനസ്സിലായി. സ്റ്റാക്കിന്റെ ബോഡി മാറ്റണമെന്നും എല്ലാവരും അകത്തു തന്നെ ഭദ്രമായി ഇരിക്കണമെന്നും ആനി പറഞ്ഞു. സ്റ്റാക്കിന്റെ ശരീരം മുറിയിൽ അടച്ചിട്ട് അവർ മുറിയുടെ പുറത്തേക്ക് വന്നു. ഈ സമയം ഗ്രേസ് ബോയോട് വീട്ടിലേക്ക് പോകണമെന്നും മകൾ ലിസ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രേസ് പറഞ്ഞതനുസരിച്ച് ബോ കാറെടുക്കാൻ പുറത്തേക്ക് കടന്നു. ജൂക്ക് ജോയിന്റിൽ ഇപ്പോൾ അവസാനിക്കുന്നത് പേളിനും സാമിയും ആനിയും സ്മോക്കും സ്ലിമ്മും ഗ്രേസും മാത്രമായിരുന്നു. പുറത്തുനിന്നും നടന്നു വരുന്ന കോൺബ്രെഡിനെ സ്ലിമ്മ് കണ്ടു. നീ ഇത്ര നേരം എന്തെടുക്കുകയായിരുന്നുവെന്ന് സ്ലിമ്മ് ചോദിച്ചു. സ്റ്റാക്ക് മരിച്ച വിവരം സ്മോക്ക് കോൺബ്രെഡിനെ അറിയിച്ചു. അകത്തേക്ക് കയറാൻ കോൺബ്രെഡ് അനുവാദം ചോദിക്കുന്നത് കണ്ട് ആനിക്ക് ഡൗട്ട് തോന്നി. കോൺബ്രെഡ് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ പാകത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. കോൺബ്രെഡ് അകത്തേക്ക് കയറാൻ അനുവദിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ട് സ്മോക്കിനും പന്തികേട് തോന്നി. സ്മോക്ക് അയാളെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. തന്റെ കൂലിയെങ്കിലും തരാൻ കോൺബ്രെഡ് ആവശ്യപ്പെട്ടു. പുറത്തു നിന്ന് തന്നെ കോൺബ്രെഡ് കാശിനായി കൈ നീട്ടി. കാശ് കൊടുക്കാൻ കൈ പുറത്തേക്ക് നീട്ടിയ ആ നിമിഷം കോൺബ്രെഡ് സ്മോക്കിനെ വലിച്ചു കടിക്കാൻ ശ്രമിച്ചു. അതേസമയം തന്നെ സ്മോക്ക് കോൺബ്രെഡിന് നേരെ വെടിവെച്ചു. നിമിഷ നേരം കൊണ്ട് തന്നെ നിലത്ത് വീണ കോൺബ്രെഡ് ചാടി എഴുന്നേറ്റു. സ്മോക്ക് അകത്ത് കയറി വാതിലടച്ചു. എന്നാൽ നേരത്തെ അടച്ചിട്ട മുറിയിൽ ബഹളം കേട്ട് പേളിൻ ഭയന്നു. ആ മുറിയിൽ നിന്ന് സ്റ്റാക്ക് സംസാരിക്കുകയായിരുന്നു. സ്റ്റാക്ക് സ്മോക്കിനോട് സംസാരിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. വാതിൽ തുറക്കാതെ വന്നപ്പോൾ ആ വാതിൽ തകർത്ത് സ്റ്റാക്ക് പുറത്തേക്ക് വന്നു. അപ്പോൾ തന്നെ ഉപ്പിലിട്ട വെളുത്തുള്ളി വെള്ളം സ്റ്റാക്കിന്റെ ദേഹത്തേക്ക് ഒഴിച്ചു ആനി. ആ ശരീരം പൊള്ളിയതുപോലെ സ്റ്റാക്ക് അവിടെ നിന്നും ഓടിപ്പോയി. ഗ്രേസിന് കാറെടുക്കാൻ പുറത്തേക്ക് പോയ ബോയുടെ അടുത്തേക്ക് പോകണമായിരുന്നു. എന്നാൽ പുറത്ത് സുരക്ഷിതമല്ലാത്തതിനാൽ അവളെ ആരും പുറത്തേക്ക് വിട്ടില്ല. വാമ്പയറിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടുതൽ വെളുത്തുള്ളികൾ ഉപ്പിലിട്ടു. കൂടാതെ മരക്കഷ്ണങ്ങൾ കൂർപ്പിച്ചെടുത്തു. എല്ലാവരെയും ഓരോന്നായി കൊന്നാൽ മാത്രമേ അവരെ നശിപ്പിക്കാനാവൂ. സൂര്യപ്രകാശം വേണം, പിന്നെ ഹൃദയത്തിലൂടെ ഒരു മരക്കഷ്ണം കയറ്റണം. എന്നാൽ മാത്രമേ അവയെ കൊല്ലാനാകൂ. ഇതെല്ലാം കേട്ട് സാമി സങ്കടപ്പെട്ടു. അച്ഛൻ പറഞ്ഞതുപോലെ തന്റെ സംഗീതത്തിന്റെ പിന്നാലെ വന്ന ചെകുത്താന്മാരാണോ അവരെന്ന് സാമി ചോദിച്ചു. സ്ലിം അവനെ ആശ്വസിപ്പിച്ചു. തന്നെ അവർ കടിക്കുകയാണെങ്കിൽ ഒരു വാമ്പയർ ആകുന്നതിന് മുമ്പേ തന്നെ കൊല്ലണമെന്ന് ആനി സ്മോക്കിനോട് ആവശ്യപ്പെട്ടു. പരലോകത്ത് നമ്മളെ കാത്ത് നമ്മുടെ കുഞ്ഞുണ്ടെന്ന് ആനി ഓർമ്മിപ്പിച്ചു. പെട്ടെന്ന് പേളിന്റെ അലർച്ച കേട്ടു. അവിടെ ആരോ തറയിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. സ്റ്റാക്കോ മേരിയോ ആരെങ്കിലും അവരെ കടിച്ചതാണോ എന്ന് ഗ്രേസ് ചോദിച്ചു. അവർ ആരെയും കടിക്കാതെ പുറത്തേക്ക് ഓടുകയല്ലേ ചെയ്തത് എന്ന് സാമി പറഞ്ഞു. ആ ശരീരം സ്മോക്കും സാമിയും പുറത്തു കൊണ്ടിട്ടു. ആ സമയം പാർട്ടിയിൽ പങ്കെടുത്തിരുന്ന പുറത്തേക്ക് പോയ എല്ലാവരും വാമ്പയറുകളായി മാറിയത് സ്മോക്കും സാമിയും കണ്ടു. ബാക്കിയുള്ളവരുടെയും ചോരയ്ക്കായി പാടുകയായിരുന്നു അവർ. തങ്ങളുടെ കൂട്ടത്തിൽ വാമ്പയറായ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് എല്ലാവരും കരുതി. ആനി എല്ലാവർക്കും കഴിക്കാൻ വെളുത്തുള്ളി നൽകി. വെളുത്തുള്ളി കഴിക്കാൻ മടിച്ച പേളിനെ കൊണ്ടും സ്മോക്ക് അത് കഴിപ്പിച്ചു. വെളുത്തുള്ളി കഴിച്ച ആർക്കും ഒന്നും സംഭവിച്ചില്ല.
അവിടെ വീണുകിടന്നിരുന്ന ആളിന്റെ ശരീരത്തിലുണ്ടായിരുന്നത് ബ്ലഡ് തന്നെ ആയിരുന്നോ എന്ന് ആനിക്ക് ഡൗട്ട് തോന്നി. യഥാർത്ഥത്തിൽ അത് ബ്ലഡ് ആയിരുന്നില്ല. പുറത്തു കൊണ്ടിട്ട ആൾ അകത്തേക്ക് കയറാൻ ബഹളമുണ്ടാക്കി. വാതിൽ തുറക്കുമ്പോഴേക്കും കോൺബ്ലഡ് അയാളെ ആക്രമിച്ചു. കാറ് സ്റ്റാർട്ടാക്കി നിർത്താൻ പോയ ബോ തിരിച്ചു വന്നു. ബോവും വാമ്പയറായി മാറിയത് ഗ്രേസിന് മനസ്സിലായി. വാമ്പയറായി മാറിയ റെമിക്കിനെയും ബോയെയും അകത്തേക്ക് കയറ്റാൻ ആരും സമ്മതിച്ചില്ല. അകത്തേക്ക് കയറാനുള്ള അനുമതി ലഭിക്കാത്തതിനാൽ റെമിക്ക് ഞങ്ങൾ ലിസയുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് ഗ്രേസിനെ ഭീഷണിപ്പെടുത്തി. ഗ്രേസ് പുറത്തു പോകാൻ നോക്കിയെങ്കിലും മറ്റുള്ളവർ സമ്മതിച്ചില്ല. സാമിയെ തേടിയാണ് ഞങ്ങൾ വന്നതെന്നും അവനെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ എല്ലാവരെയും വിടാമെന്നും റെമിക്ക് പറഞ്ഞു. സാമിയെ അവർക്ക് വിട്ടുകൊടുക്കാൻ ആരും തയ്യാറായില്ല. ഹോഗ്വുഡ് നിങ്ങളെ ചതിക്കുകയായിരുന്നു. പുലർച്ചെ ജൂക്ക് ജോയിന്റ് ആക്രമിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു ഹോഗ്വുഡ്. എനിക്കത് മനസ്സിലായി, റെമിക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. വാമ്പയറായി മാറിയ സ്റ്റാക്കും സ്മോക്കിനോട് സംസാരിച്ച് വലയിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ആനി സ്മോക്കിനെ തടഞ്ഞു. ഗ്രേസിന് ദേഷ്യം പിടിച്ചു. അവരെ തീർക്കണമെന്ന് അവൾ സ്മോക്കിനോട് പറഞ്ഞു. സ്മോക്കിന്റെ വീറും വാശിയുമൊക്കെ എവിടെ പോയെന്ന് ഗ്രേസ് ചോദിച്ചു. വീട്ടിൽ തനിച്ചിരിക്കുന്ന മകളുടെ കാര്യമോർത്ത് ഗ്രേസ് ദേഷ്യത്തോടെ വാമ്പയറായി മാറിയ എല്ലാവർക്കും അകത്തേക്ക് കയറി വരാനുള്ള അനുവാദം കൊടുത്തു. ഇത് കേൾക്കാൻ കാത്തുനിന്ന വാമ്പയറുകൾ എല്ലാവരും അകത്തേക്ക് കയറി. കടിയേറ്റവരെല്ലാം മരിച്ചു വീണിട്ടും വീണ്ടും വീണ്ടും എഴുന്നേറ്റുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ സ്റ്റാക്ക് ആനിയെ കടിച്ചു വീഴ്ത്തി. ആനിക്ക് വാക്കു കൊടുത്തതുപോലെ വാമ്പയറായി മാറുന്നതിന് മുമ്പേ വിഷമത്തോടെ ആനിയുടെ ഹൃദയത്തിലേക്ക് ഒരു മരക്കഷ്ണം കുത്തിയിറക്കി സ്മോക്ക്. ഇത് കണ്ട് മേരി അവിടെ നിന്നും രക്ഷപ്പെട്ടോടി. മറ്റുള്ളവരെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പുറത്തേക്ക് വിട്ട് സ്ലിം വാമ്പയേഴ്സിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. സാമിയെ പിടികൂടാനായി റെമിക്ക് പിന്നാലെ എത്തി. അയാൾ പേളിനെയും കടിച്ചു. സൂര്യപ്രകാശം കാണുന്നതുവരെ ഓടാൻ സാമിയോട് സ്മോക്ക് ആവശ്യപ്പെട്ടു. സാമി അവിടെ നിന്ന് മൂടി. സ്റ്റാക്കും സ്മോക്കും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. ഇതേ സമയം സാമിയെ റെമിക്കും പിടികൂടി. വാമ്പിയറായി മാറിയ എല്ലാവരും സാമിയുടെ അടുത്തേക്ക് നടന്നു. സ്മോക്ക് സ്റ്റാക്കിനെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ സ്റ്റാക്കിനോട് മാപ്പ് പറഞ്ഞു. നീ എന്നോട് മാപ്പ് പറയേണ്ടതില്ല, നീ എന്നെ എന്നും രക്ഷിച്ചിട്ടേയുള്ളൂ, സ്റ്റാക്ക് വിഷമത്തോടെ സ്മോക്കിനോട് പറഞ്ഞു. സാമി തന്റെ ഗിത്താർ കൊണ്ട് റെമിക്കിന്റെ തലയ്ക്കടിച്ചു. അടിയേറ്റത് റെമിക്കിന്റെ തലയിലാണെങ്കിലും എല്ലാ വാമ്പയേഴ്സിനും വേദനിച്ചു. റെമിക്ക് തിരിച്ച് സാമിയെ കടിക്കാൻ നിന്ന സമയത്ത് റെമിക്കിന്റെ നെഞ്ചിലേക്ക് ഒരു വടി കുത്തിയിറക്കി പിന്നിൽ നിന്ന സ്മോക്ക്. സൂര്യൻ ഉദിച്ചു വന്നു. എല്ലാ വാമ്പയറുകളും നിലവിളിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും കത്തിയമർന്ന് ചാമ്പലായി. സാമിനെ സ്മോക്ക് ചേർത്ത് പിടിച്ചു. അവൻ പൊട്ടിയ ഗിത്താറിന്റെ ബാക്കി ഭാഗം പിടിച്ചു നിൽക്കുകയായിരുന്നു. വീട്ടിലേക്ക് പോയി ആ ഗിത്താർ കത്തിച്ചു കളയാൻ സ്മോക്ക് ആവശ്യപ്പെട്ടു. ചാർലി പാറ്റന്റെ ഗിത്താർ എനിക്ക് കത്തിച്ചു കളയാനാവില്ല എന്ന് സാമി പറഞ്ഞു. സ്റ്റാക്ക് സാമിയോട് കള്ളം പറഞ്ഞതായിരുന്നു. അത് അവരുടെ അച്ഛന്റെ ഗിത്താർ ആയിരുന്നു. അങ്ങനെ സ്മോക്കിനോട് യാത്ര പറഞ്ഞ് സാമി അച്ഛന്റെ അടുത്ത് തിരിച്ചെത്തിയ ഭാഗമായിരുന്നു സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. സ്മോക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. ആനയോടൊപ്പമുള്ള ജീവിതം, സ്റ്റോക്കിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചത്, ഗ്രേസിന്റെയും ബോയുടെയും കോൺബ്രഡിന്റെയും എല്ലാവരോടൊപ്പമുള്ള സന്തോഷമുള്ള നിമിഷങ്ങൾ. അപ്പോഴേക്കും ജൂക്ക് ജോയിന്റ് ആക്രമിക്കാൻ ഹോഗ്വുഡ് ആളുകളെയും കൂട്ടി അവിടേക്ക് വന്നിരുന്നു. എല്ലാവരെയും സ്മോക്ക് വെടിവെച്ച് വീഴ്ത്തി. സ്മോക്കിനും വെടിയേറ്റു. നിലത്ത് വീണ ഹോഗ്വുഡിനെ സ്മോക്ക് പലതവണ വെടിവെച്ചു. സ്മോക്കും മരണപ്പെട്ടു. മരണത്തിന് ശേഷം അദ്ദേഹം ആനയും അവരുടെ മകളുമായി ഒന്നിക്കുകയാണ്. അതേസമയം പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാമിനോട് പിതാവ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാമി അത് അവഗണിച്ച് ഗിത്താറും ചേർത്ത് പിടിച്ച് ഒരു ബ്ലൂ സംഗീതജ്ഞനാകാൻ ചിക്കാഗോയിലേക്ക് പോകുകയാണ് ചെയ്തത്. 60 വർഷങ്ങൾക്ക് ശേഷം 1992 വൃദ്ധനായ സാമിയെ 1932 അതേ പ്രായത്തിൽ തന്നെയുള്ള ചെറുപ്പക്കാരായ മേരിയും സ്റ്റാക്കും സാമിയുടെ ക്ലബിലേക്ക് സാമിയെ സന്ദർശിക്കാൻ വരികയാണ്. സ്മോക്ക് കൊല്ലാതെ വിട്ട ഒരേ ഒരാളാണ് സ്റ്റാക്ക്. സാമി സമാധാനത്തോടെ ജീവിക്കണമെന്ന വ്യവസ്ഥയിൽ സ്മോക്ക് തന്നെ ജൂക്ക് ജോയിന്റിൽ നിന്നും ഒഴിവാക്കിയതായി സ്റ്റാക്ക് വെളിപ്പെടുത്തി. സാമിക്ക് മരണമില്ലാതെ ആക്കിത്തരാമെന്ന് സ്റ്റോക്ക് പറഞ്ഞെങ്കിലും സാമി അത് വേണ്ടെന്ന് വെച്ചു. സാമി സ്റ്റാക്കിന് വേണ്ടി ആ പഴയ ഗാനം പാടി. അവർ അത് ആസ്വദിച്ചു. സാമിയോട് യാത്ര പറഞ്ഞ് അവർ പോകുമ്പോൾ അന്നത്തെ ആ രാത്രി വേട്ടയാടപ്പെട്ടിട്ടും അന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ദിവസമായിരുന്നു എന്ന് സാമി പറയുകയാണ്. സ്മോക്കിനെയും സൂര്യനെയും അവസാനമായി കണ്ടത് അന്നായിരുന്നു എന്ന് സ്റ്റാക്കും സാമിയോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരെല്ലാവരും സ്വതന്ത്രരായ ഒരേ ഒരു ദിവസം അന്നായിരുന്നു.
മറ്റൊരു സിനിമയുടെ കഥയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.